നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ മാതൃഭൂമി പേപ്പറിൽ തന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫെയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. വളരെ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങൾ പോലും പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഓരോ ആഴ്ചയിലെയും അല്ലെങ്കിൽ ഓരോ മാസത്തെയും കറണ്ട് അഫെയർ നിങ്ങൾ പുതുക്കി ആ അറിവുകൾ നിങ്ങൾ പുതുക്കി പോവുക. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. വംശനാശം സംഭവിച്ചെന്നു കരുതിയ ലോകത്തെ ഏറ്റവും ചെറിയ പാമ്പിനമായ നൂൽപ്പാമ്പുകളെ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടെത്തിയത് സെൻട്രൽ ബാർബഡോസിൽ വെച്ചാണ്. വംശനാശം സംഭവിച്ചെന്ന് കരുതിയ ലോകത്തെ ഏറ്റവും ചെറിയ പാമ്പിനമായ നൂൽപ്പാമ്പുകളെ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടെത്തിയത് സെൻട്രൽ ബാർബഡോസിലാണ്. ബാർബഡോസ് ത്രെഡ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ഇവയുടെ ശാസ്ത്രീയ നാമം ടെട്രാക്കൈ ലോസ്റ്റോ മക്കാർലെ എന്നാണ്. അടുത്ത ചോദ്യം. ആഗോളതലത്തിൽ ആദ്യമായി നിർമ്മിത ബുദ്ധിയുടെ സംവിധാനത്തിൽ വീണ്ടും പ്രദർശനത്തിനെത്തുന്ന ചിത്രം 2013 പുറത്തിറങ്ങിയ ധനുഷിൻ്റെ രചന എന്നതാണ്. ധനുഷിനെ നായകനാക്കി ചിത്രീകരിച്ചിട്ടുള്ള 2013 ഇറങ്ങിയിട്ടുള്ള രചന എന്ന ചിത്രം തമിഴിൽ അംബികാപതി എന്ന ചിത്രമാണ് AI സംവിധാനത്തിൽ ആഗോളതലത്തിൽ വീണ്ടും പ്രദർശനത്തിനെത്തുന്നത്. AI സഹായത്തോടെ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് മാറ്റിയാണ് ചിത്രം വീണ്ടും ഇറങ്ങുന്നത് കേട്ടോ. US വില്യം പാറ്റേഴ്സൺ സർവകലാശാല നടത്തിയ ന്യൂട്രീഷൻ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ പഴം നാരങ്ങയാണ്. US വില്യം പാറ്റേഴ്സൺ സർവകലാശാല നടത്തിയ ന്യൂട്രീഷൻ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ പഴമാണ് നാരങ്ങ. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം NISAR ആണ്. NISAR. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാറാണ് NISAR അഥവാ നിസാർ എന്ന് അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നിസാർ എന്നത്. NISAR എന്നാണ് ഷോർട്ട് ഫോം. ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് ഫുൾ ഫോം. ജൂലൈ 30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിക്ഷേപിച്ചു. ജൂലൈ 30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ വെച്ചിട്ട് വിക്ഷേപിച്ചു. 12 ദിവസത്തെ ഇടവേളയിൽ ഭൂമിയിലെ ഓരോ സ്ഥലത്തിൻ്റെയും സുവ്യക്ത വിവരങ്ങൾ ഉപഗ്രഹം ശേഖരിക്കും. 12 ദിവസത്തെ ഇടവേളയിൽ ഭൂമിയിലെ ഓരോ സ്ഥലത്തിൻ്റെയും സുവ്യക്ത വിവരങ്ങൾ ഉപഗ്രഹം ശേഖരിക്കും. അതാണ് ഉപഗ്രഹത്തിൻ്റെ ദൗത്യം കേട്ടോ. വനിതാ യൂറോ കപ്പ് കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ്. സ്പെയിനിനെ തോൽപ്പിച്ചുകൊണ്ടാണ് വനിതാ യൂറോ കപ്പ് കിരീടം നേടിയത് ഇംഗ്ലണ്ട്. യൂറോ കപ്പ് കിരീടം നേടിയത് പോർച്ചുഗലാണ് കേട്ടോ. പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ എന്ന ബഹുരാഷ്ട്ര FMCG കമ്പനിയുടെ പ്രസിഡൻറ്റും സിഇഒയുമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ എന്ന ബഹുരാഷ്ട്ര FMCG കമ്പനിയുടെ പ്രസിഡൻറ്റും സിഇഒയുമായ ആദ്യ ഇന്ത്യക്കാരൻ ശൈലേഷ് ജജൂരിക്കർ. ഈയിടെ അന്തരിച്ച സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി മേഘ്നാഥ് ദേശായി. ബ്രിട്ടീഷ് പ്രഭുസഭയിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വംശജരിൽ ഒരാളാണ് മേഘ്നാഥ് ദേശായി. വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളം. ഡോക്ടർ MS സ്വാമിനാഥനുള്ള ആദരമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് മഹാരാഷ്ട്രയാണ്. ഡോക്ടർ MS സ്വാമിനാഥനുള്ള ആദരമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് മഹാരാഷ്ട്ര. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് വിലക്കിയ രാജ്യം ഓസ്ട്രേലിയ. കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിനർഹമായത് സാറാ ജോസഫ്. ഈയിടെ അന്തരിച്ച മലയാള എഴുത്തുകാരനും ചിന്തകനും ആരാണ്? പ്രൊഫസർ MK സാനു ആണ്. ഈയിടെ അന്തരിച്ച മലയാള എഴുത്തുകാരനും ചിന്തകനും ഡോക്ടർ MK സാനു. അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ഒന്ന് നോക്കി വെച്ചോളുക. വളരെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ ഉണ്ട്. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ മോഹൻലാലിനെ പറ്റിയിട്ടും മറ്റ് കുമാരനാശാനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ ഏതാണ്, ഇന്ന ആളെ പറ്റി എഴുതിയിട്ടുള്ള കൃതി ഏതാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈയിടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം
പ്രഖ്യാപിക്കുകയുണ്ടായി. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ഈയിടയ്ക്ക് പ്രഖ്യാപിച്ചത്. അവ ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ടത് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ഷാരൂഖ് ഖാനാണ്. ജവാൻ എന്ന സിനിമയ്ക്ക് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിക്കും, 12th ഫെയിൽ എന്ന സിനിമയ്ക്ക് വിക്രാന്ത് മാസിക്കും ആണ് അവാർഡ് ഷെയർ ചെയ്തത്. ദെൻ മികച്ച നടിയായിട്ട് റാണി മുഖർജിയാണ് തിരഞ്ഞെടുത്തത്. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയ്ക്കാണ് റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. ദെൻ മികച്ച സംവിധായകൻ സുദീപ്തോ സെന്നാണ്. ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിനാണ് മികച്ച സംവിധായകൻ എന്ന കാറ്റഗറിക്ക് സുദീപ്തോ സെന്നിന് അവാർഡ് ലഭിച്ചത്. ദെൻ മികച്ച സിനിമ 12th ഫെയിൽ എന്ന സിനിമയാണ്. സംവിധാനം വിനോദ് ചോപ്രയാണ്. അപ്പോൾ മികച്ച നടനുള്ള അവാർഡും മികച്ച സിനിമയ്ക്കുള്ള അവാർഡും 12th ഫെയിലിൽ ലഭിച്ചു. ദെൻ മികച്ച സഹനടൻ വിജയരാഘവൻ, മലയാളത്തിൻ്റെ വിജയരാഘവനാണ് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച സഹനടി ഉർവശിക്കാണ് ലഭിച്ചത്. മികച്ച സഹനടി ഉർവശി. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. അപ്പോൾ ഇത്രയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ദെൻ മികച്ച കോറിയോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങൾ വേറെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണിത്. ബാക്കി കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചോളുക. ദെൻ വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീലാണ്. ബ്രസീൽ. ഫൈനലിൽ കൊളംബിയയെ തോൽപ്പിച്ചുകൊണ്ടാണ് വനിതാ അമേരിക്കൻ ടീം കോപ്പ അമേരിക്കൻ കപ്പ് സ്വന്തമാക്കിയത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിസാർ എന്ന ഉപഗ്രഹമാണ് ISROയും നാസയും കൂടി വിക്ഷേപിച്ചത്. ദെൻ അവാർഡുകൾ പ്രത്യേകം നോക്കി വയ്ക്കുക. ദെൻ എം കെ സാനുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നിങ്ങൾ നോക്കി വയ്ക്കുക. അദ്ദേഹം ഈയിടെയാണ് അന്തരിച്ചത്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഉള്ളത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.